ഡൽഹിയിലേക്ക് നമുക്ക് പോകാം. അവിടെ നന്ദഗോപൻ തയ്യാറാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. അതേസമയം PM ശ്രീ വിഷയത്തിൽ കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കും ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. PM ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. നന്ദൻ, ഈ PM ശ്രീ ആവശ്യമില്ല, ഈ പദ്ധതി അനാവശ്യമാണ് എന്നൊക്കെ ഇന്നലെ ഡൽഹിയിൽ ശിവൻകുട്ടി പറയുന്നത് കേട്ടു. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേ ശിവൻകുട്ടി തന്നെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തും ആശ്വാസവും പകരുന്ന ഒന്നാണെന്നാണ്. അപ്പോൾ നിലപാടില്ല എന്ന കാര്യത്തിൽ ഇനിയും തർക്കമൊന്നുമില്ല. അത് നമുക്കവിടെ മാറ്റിവെക്കാം. ഈ പദ്ധതികളെപ്പറ്റി ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കേന്ദ്രമന്ത്രിയെ ഇദ്ദേഹം കാണുന്നത് നന്ദൻ? ഗൗതം, പ്രധാനമായും ഈ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ആ കൂടിക്കാഴ്ചയിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. അതേസമയം സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭ്യമാകേണ്ട SSK ഫണ്ട്, സാധാരണ അത് SSA ഫണ്ടാണ്, കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് SSK ഫണ്ടാവും. SSK ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് ശിവൻകുട്ടി വ്യക്തമാക്കിയത്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സമാന്തരമായി തന്നെ ഏതാണ്ട് 5000 കോടി രൂപ ഈ PM ശ്രീ പദ്ധതി വഴി കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് ലഭിച്ചു. 265 വിദ്യാലയങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഇതുമായി ബന്ധപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നേരത്തെ ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ PM ശ്രീ പദ്ധതി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞ മന്ത്രി CPI കണ്ണൂരിട്ടിയപ്പോഴേക്കും നിലപാട് തിരുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്തരമൊരു പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ സ്കൂളുകൾ നേരത്തെ തന്നെ നവീകരിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ടിരുന്ന സ്കൂളുകളാണ്. സ്വാഭാവികമായും കേരളത്തിൻ്റെ കിഫ്ബി അടക്കമുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നവീകരിച്ചേനെ. ആ ഒരു സന്ദർഭത്തിലാണ് ഈ PM ശ്രീ പദ്ധതി വന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു PM ശ്രീ പദ്ധതിയുടെ ആവശ്യം കൊണ്ട് കേരളത്തിലെ സ്കൂളുകൾ നവീകരിക്കേണ്ടത് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിച്ചത്. അതേസമയം തന്നെ SSK ഫണ്ട് എന്നുള്ളത് അത് ആവശ്യമാണ്, അത് തടയരുത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഇപ്പോൾ മന്ത്രിയുമായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളും ചർച്ചയാകുമെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു കൃത്യമായ നിലപാടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇത് മരവിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം സൂചിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന് കത്തയക്കുമെന്നാണ്. അത്തരമൊരു കത്ത് അയച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പറയുകയുണ്ടായി. അത്തരമൊരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരും ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിൽ സ്വാഭാവികമായും വലിയ ആശയക്കുഴപ്പം സംസ്ഥാന സർക്കാരിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു കരാറിലേക്ക് ഏർപ്പെട്ടിട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് ഏർപ്പെട്ടിട്ട് അതിൽ നിന്നും പെട്ടെന്ന് ഒരു സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് CPM അല്ലെങ്കിൽ സർക്കാരൊക്കെ തന്നെ അത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് വിധേയമാകുന്നത്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. പഞ്ചാബ് ഉദാഹരണമാണ്. പഞ്ചാബ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട് ആദ്യം ഇതിലുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിട്ട ശേഷം പിന്നീട് പഞ്ചാബ് പിന്മാറുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഇത്തരം കേന്ദ്ര ഫണ്ടുകൾ, ഈ SSA ഫണ്ടുകൾ അടക്കമുള്ള ഫണ്ടുകൾ സ്വാഭാവികമായും ലഭ്യമാകില്ല. അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണെന്ന് പഞ്ചാബ് തിരിച്ചറിഞ്ഞാണ് വീണ്ടും 2 വർഷം മുമ്പ് വീണ്ടും PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടത്. സ്വാഭാവികമായും കേരളവും കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇതിൽ നിന്നും പിന്മാറുവാൻ കേരളത്തിന് സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും തരത്തിൽ കേരളം ഇത് മാറ്റിവെക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇത്തരം SSA ഫണ്ട് അടക്കമുള്ള ഫണ്ടുകൾ കേരളത്തിനും ലഭിക്കില്ല. അത് വലിയ തിരിച്ചടിവാണ് എന്നുള്ളത് സർക്കാർ തിരിച്ചറിയുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ഉരുണ്ടുകളിയുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. PM ശ്രീ വേണ്ട എന്ന് രാഷ്ട്രീയ ലാഭത്തോടുകൂടി പറയുമ്പോഴും ഇപ്പോഴും PM ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് കേരളം. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ശിവൻകുട്ടി കാണുകയാണ്. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കില്ല എന്ന് മന്ത്രി പറയുന്നു. നേരത്തെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ അതിൽ നിന്നും പിന്നോട്ട് വലിയുകയാണ്. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെയൊക്കെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ്. പല സ്കൂളുകളിലും
ഉച്ചക്കഞ്ഞിക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. പല സ്കൂളുകളുടെയും പ്രിൻസിപ്പാലുമാരും അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകരും അവരുടെ സാലറിയിൽ നിന്നും പൈസ നീക്കി വെച്ചാണ് ഈ ഉച്ചക്കഞ്ഞിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ നമ്പർ 1 കേരളം എന്ന തള്ളു മാത്രം ഒരു സർക്കാർ ഒരു ഭാഗത്ത് നടത്തുകയാണ്. മറ്റൊരു കേന്ദ്ര സർക്കാരാവട്ടെ അവരെല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ തയ്യാറാണ്. വിവിധ പദ്ധതികൾ ഓരോ സംസ്ഥാനങ്ങളെ ഇങ്ങനെ കൈപിടിച്ചുയർത്താൻ വേണ്ടി വിവിധ പദ്ധതികളുണ്ട്. എന്നാൽ അതിനോടെല്ലാം മുഖം തിരിച്ചു നിന്ന് കേരളത്തിലെ സർക്കാർ അങ്ങേയറ്റം ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇരയാകുകയാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയുവാൻ. ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം.